ലോക്സഭയിൽ ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ലക്ഷ്യവെച്ചുള്ള ശാന്തി ബിൽ പാസാക്കി. വിഷ്ണു തലമൂർ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെ? അസത, ഏതായാലും ഏറെ പ്രതിഷേധങ്ങളായിരുന്നു ഇത്തരത്തിൽ ശാന്തി ബില്ലിനെതിരെ നിലനിന്നത്. പ്രതിപക്ഷം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടത് ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണം എന്ന് തന്നെയാണ്. കാരണം രാജ്യത്തെ ആണവ മേഖലയിൽ ഇത്തരത്തിൽ ഒരു സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുന്നത്, PPP മോഡലൊക്കെ അനുവദിക്കുന്നത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകും, വഴിവെക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക ഉയർന്നു വന്നത് നിലവിൽ ഇത്തരത്തിലൊരു ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയാണ് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു ഉപാധികളിൽ ഒരു ഉപാധിയാണ് ഈ ആണവ മേഖലയിൽ ഇത്തരത്തിൽ സ്വകാര്യ പങ്കാളിത്തം നടത്തണമെന്നുള്ളൊരു ഉപാധി ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ട്രംപ് അടക്കം മുന്നോട്ട് വെച്ച ഉപാധികളുടെ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ശക്തമായി തന്നെ ഇന്ന് സഭയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനൊന്നും തന്നെ വഴങ്ങാത്ത സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് ലോക്സഭയിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ശബ്ദ വോട്ടോടുകൂടി ഈ ശാന്തി ബിൽ ലോക്സഭ പാസ്സാക്കിയത്. അസിത.